ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? എന്റെ ഫാദർ ഈ ഫ്ലൈറ്റ് വരുന്നു. ഞാൻ വരട്ടെ. ഓക്കെ. Welcome, my dear Daddy. How are you, Captain? I am fine, Daddy. Good evening. വിനയൻ എന്താ വന്നില്ല? രാവിലെ എയർപോർട്ടിൽ എത്തിക്കൊള്ളാണ് ഇന്നലെ അവൻ എന്നോട് പറഞ്ഞത്. അതാ വിനയം കുഞ്ഞ് വരുന്നുണ്ട്. ഹായ് ഡാഡി. ഡാഡി, How are you, my dear boy? ഫൈൻ ഡാഡി. എന്തായി കാണിക്കുന്നേ? വല്ല വണ്ടി വന്ന് ക്രാഷ് ആയേ? ഡാഡി പേടിക്കണ്ട, എനിക്ക് നല്ല അത് മതി. നിന്റെ ബൈക്ക് കൊണ്ടല്ലേ കളി നിർത്തും. മതിയാ. എന്റെ മോട്ടോർ ബൈക്ക് അപ്പിയാ. വിട്ടോ വിട്ടോ. ഡാഡി വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ഡാഡിക്ക് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. വെൽക്കം റിട്ടയർഡ് മേജർ മിസ്റ്റർ ആർ വിശ്വനാഥ മേനോൻ. അവന്റെ ഒരു വേഷം. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്തി? ഞാനിങ്ങനെ പറന്നെത്തി. പിന്നെയാ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. ദാറ്റ് ഇസ് ഇല്ലീഗൽ. നീ എങ്കിലും അവനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ അവന്റെ തലയിൽ കൂടെ വണ്ടി ഓടിക്കും. വണ്ടി കൈ കിട്ടിയവന് യാതൊരു ലെവലും ഇല്ല. ബി കെയർഫുൾ. ബി വെരി 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 കെയർഫുൾ. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് വരാം. ശരി. പട്ടാളം ഇവിടെ ഇല്ലേ? ആരാടാ പട്ടാളത്തെ അധിക്ഷേപിക്കുന്നവൻ? ആ, പോലീസാണ്. പോലീസ് അല്ലടോ, റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ രാഘവൻപിള്ള അദ്ദേഹം. തന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ബാലേന്ദ്രനോട് തിരക്കായിരുന്നു. സത്യം പറയാമല്ലോ, എയർപോർട്ടിൽ വരണമെന്നുണ്ടായിരുന്നു.
പക്ഷെ പണ്ടത്തെ പോലെ ആരെങ്കിലും വണ്ടി കഴിയാൻ വരാൻ പറ്റുമോ? തൊപ്പി പോയില്ലേ? ഇരിക്കെ. പിന്നെ എന്തൊക്കെ ഉണ്ടോ മേജർ സാറേ പട്ടാളത്തിലെ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും എന്താ പണി? വിശേഷങ്ങൾ പറഞ്ഞങ്ങ് കൂടാ. അല്ല, നമ്മുടെ പൈലറ്റിന്റെ അടിയനോടുണ്ട്. ആ, താൻ ഈ പൈലറ്റിനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശം എന്താ? ഇയാൾക്ക് വയസ്സെത്രയെന്നാ എന്റെ വിചാരം? ഇനിയെങ്കിലും എവിടെങ്കിലും തളച്ചിട്ടുണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അങ്ങളെ. ഒരു നല്ല കാര്യമല്ല പറഞ്ഞു. ചെറുക്കൻ ചേട്ടനെ കയറി എട്ടിയുന്ന ലക്ഷണമാണല്ലോ. അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ അങ്കിളിന്റെ ഒരു മോറൽ സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയാ. ആ, മനസ്സിലാകുന്നുണ്ട്. എടോ, ഈ വീട്ടിലൊരു പെണ്ണിന്റെ തരിയുണ്ടോ? ഇനി അത് പോട്ടെ, രുചി അറിഞ്ഞെന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? വേലക്കാരുടെ കൈ വേറെ, വീട്ടമ്മയുടെ കൈ വേറെ. എടോ, അതിപ്പോ എന്റെ കുറ്റമാണോ? ഞാൻ ഇവനോട് പറയാൻ തുടങ്ങിയിട്ട് നാളത്രയായി. ഇനിയിപ്പോ ഞാൻ റിട്ടയർഡായി. നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് ഇവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കാം. ഒരു പെണ്ണിന്റെ മനസ്സിൽ കൊളുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് രണ്ടു കൂടെ പോയി പെണ്ണിനെ ഒന്ന് കണ്ടുവരാം. അത് കഴിഞ്ഞ് പൈലറ്റ് പോയി കണ്ടോട്ടെ. എന്താ അങ്കിളിന് വേറെ പണിയൊന്നുമില്ലേ? എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ചേട്ടാ, ചേട്ടൻ അവിടെ നിന്നേ. ചേട്ടൻ എന്ത് കളിയായി കളിക്കുന്നത്? അങ്കിൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോ ഒരു വക വർത്താനം പറഞ്ഞു കണ്ടില്ലേ? ചേട്ടാ, അത് ഇതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഏതിനൊക്കെ? അല്ല, ഈ മംഗല്യഭാഗ്യം എന്ന് പറയുന്നത്. എടാ, മംഗല്യഭാഗ്യം സ്ത്രീകൾക്കാണ്. ഓ, അത് ശരിയാ. ചേട്ടൻ ആണാണല്ലേ? അത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അയ്യ. എടോ വേദവേ, ഇന്നിവിടെ നല്ല ചാപ്പാടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? സ്കോച്ച് ഒന്നും കൊണ്ടതല്ലേ? എല്ലാം ഉണ്ടോ?